വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് ക്യാരറ്റും ഗ്രീൻ പീസും ഉപയോഗിച്ച് എളുപ്പത്തിൽ ഒരു തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റും 1 സവോളയും 1 പിടി ഗ്രീൻ പീസും ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. 3ഉം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ക്യാരറ്റും സവോളയും അത്ര തീരെ ചെറിയ പീസായിട്ടല്ല, കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 3-4 കറിവേപ്പിലയും 3 വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 1 പിടി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ നമ്മളിന്ന് അരച്ചല്ല ചേർക്കുന്നത്, അല്ലാതെ തേങ്ങ ഇങ്ങനെ ചുരണ്ടിയതായിട്ട് തന്നെയാണ് ചേർത്ത് ഈ തോരൻ തയ്യാറാക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം ക്യാരറ്റും ഗ്രീൻ പീസും സവാളയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇതെല്ലാം വെന്ത് കിട്ടാനായിട്ട് ഞാനൊരു 1/2 കപ്പിൽ കുറവായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് എരിവിന് ആവശ്യമുള്ള ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ഗ്രീൻ പീസും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഫ്രോസൺ പീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വേവിച്ചത്. അഥവാ ഉണക്ക പീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രത്യേകം വേവിച്ച് വേണം ചേർക്കാൻ. നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ക്യാരറ്റ് ഗ്രീൻ പീസ് തോരൻ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.